വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു പൊതിച്ചോറുണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇഷ്ടമായാലും എന്തായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പം ഇപ്പം തോന്നിയൊരു ഐഡിയ ആണ് കേട്ടോ. അപ്പം ഒരുപാടൊന്നും കറികളൊന്നുമില്ല, കുറച്ച് കറികൾ ഇന്ന് ഉണ്ടാക്കിയ കുറച്ച് കറികളൊക്കെ കൊണ്ട് ഞാൻ ചെറിയൊരു പൊതിച്ചോറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. പൊതിച്ചോറിലേക്ക് നമുക്ക് ആദ്യം വേണ്ടത് മെയിൻ ഐറ്റം എന്ന് പറയുന്നത് ചമ്മന്തിയാണ്. അപ്പോൾ ചമ്മന്തിയിൽ നിന്ന് തുടങ്ങാമെന്നാണ് കേട്ടോ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചമ്മന്തിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കല്ലയിൽ അരയ്ക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. അപ്പോൾ എന്തായാലും ചുട്ടരയ്ക്കുമ്പോൾ വേറൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ മുളകൊന്നും ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് മുളക് ചുട്ട ചമ്മന്തിയാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഞാൻ അതിനകത്തൂടെ കറിവേപ്പിലയും കൂടെ അരയ്ക്കുമ്പോൾ വേറൊരു ടേസ്റ്റ് കൂടെ ആവും. അപ്പോൾ എന്തായാലും ഞാൻ മുളക് ചുട്ടെടുക്കുന്നുണ്ട്. മുളക് ചുട്ടരച്ചത് മാത്രമല്ല കേട്ടോ എനിക്കിഷ്ടം, എനിക്ക് തേങ്ങ ചുട്ടരച്ച ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതെന്തായാലും തേങ്ങ ചുട്ടരച്ച ചമ്മന്തി ഇതിലേക്ക് മാച്ച് ആവത്തില്ല, നമ്മുടെ പൊതിച്ചോറിലേക്ക് മാച്ച് ആവത്തില്ല. അതുകൊണ്ടാണ് ഞാൻ മുളക് ചുട്ടരയ്ക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതേ മുളകെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുത്താൽ മാത്രം മതി. ഇതിപ്പോൾ ചുട്ട മുളകായതുകൊണ്ട് തന്നെ നമുക്ക് അമ്മിക്കല്ലിൽ അരയ്ക്കുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിരിക്കും, വേഗം തന്നെ അരഞ്ഞു കിട്ടും. മറ്റേ മുളകാകുമ്പം കുറച്ച് അധികം അരയ്ക്കേണ്ടി വരും. അപ്പോൾ അത് ഇത്രയും സാധനങ്ങൾ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മൾ അമ്മിക്കല്ല് വെളിയിലിട്ടേക്കുന്നത് കാരണം മഴയ്ക്ക് മുന്നേ അരച്ച് കയറിയില്ലെങ്കിൽ ഫുള്ള് നനയാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ദേ ഞാൻ അരച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ അമ്മിക്കല്ലൊക്കെ വൃത്തിയായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുളകിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. മുളക് ദേ ഇന്ന് ഞാൻ അരച്ചെടുത്തിട്ട് വരട്ടെ. ഇത് അരയ്ക്കുകയും വീഡിയോ എടുക്കുകയും കൂടി ചെയ്യുന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. എനിക്കിവിടെ വീഡിയോ എടുത്തു തരാൻ വേറെ ആരും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ തന്നെ കുറേശ്ശെ ഓരോ സാധനങ്ങളും അരച്ചിട്ട് വീഡിയോസ് എടുക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ചമ്മന്തി ഞാനിവിടെ അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അരച്ച് വെച്ച ചമ്മന്തി ഇതുപോലെ ഒന്ന് ബോളാക്കിയിട്ട് ഒന്ന് ഇതുപോലെ കല്ലിലൊന്ന് ചുറ്റിച്ചെടുക്കും കേട്ടോ. അപ്പോൾ അതുകൂടെ ആയപ്പം ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് കല്ല് കഴുകിയിട്ടിട്ട് ഞാൻ ഇനി അടുത്ത സാധനം വെക്കാൻ വേണ്ടി പോവുകയാണ്. അടുത്തത് ഞാൻ പ്ലാൻ ചെയ്യുന്നത് നമുക്ക് ഓമയ്ക്ക തോരനാണ് കേട്ടോ. അപ്പോൾ ഓമയ്ക്ക തോരൻ വെക്കാൻ വേണ്ടിയിട്ട് ഈസിയാണ്. അപ്പോൾ ഈസിയുള്ള കാര്യങ്ങളാണ് കേട്ടോ ഞാനിന്ന് വെക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുള്ളതും. അപ്പോൾ ഓമയ്ക്ക് കുത്തിയിട്ടിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിഷ്വൽസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ചമ്മന്തിയുടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലൊരു ബോർഡ് ഇങ്ങനെ ഉരുട്ടി വെക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ്. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ചുട്ടരച്ച ആ ടേസ്റ്റ് ഉണ്ട്, കറിവേപ്പിലയുടെ ടേസ്റ്റ് ഉണ്ട്, പിന്നെ ഇത്തിരി ഉപ്പും കൂടി ഞാൻ അധികം ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓമയ്ക്ക തോരനുള്ളത് ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. തോരനാണെങ്കിലും ഒരുപാട് ഡ്രൈ ആവുന്ന എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ചതച്ചിട്ട് വെക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ വെച്ചത് വഴുതനങ്ങ മെഴുക്കുവരട്ടിയായിരുന്നു. ഇപ്പോൾ തന്നെ നല്ല ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനു മുന്നേ നമുക്ക് എന്തായാലും ചോറ് വിളമ്പണമല്ലോ, അതുകൊണ്ട് എനിക്ക് അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പുറത്ത് നല്ല അതിഗംഭീര മഴയാണ് കേട്ടോ. പുറത്ത് ഇറങ്ങാൻ പറ്റാത്ത പോലത്തെ മഴയായിരുന്നു. കുറേ നേരം കൊണ്ട് ഞാൻ ഇല വെട്ടാൻ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. മഴയൊന്ന് തുള്ളി പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഞാൻ മഴയത്ത് പോയി ഇലയൊക്കെ വെട്ടിയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ അതേ ഇല വെട്ടിയിട്ട് വരുന്ന വഴിക്ക് ചെറുതായിട്ടൊന്ന് കീറി ഇലയൊന്ന് പൊട്ടിപ്പോയി കേട്ടോ. അത് ചോറിടുന്ന സൈഡല്ല, കുറച്ചുകൂടെ മുന്നിലോട്ടാണ്. അപ്പോൾ എന്തായാലും ഞാൻ ചോറിട്ട് കൊടുത്ത് കെട്ടട്ടെ, ചോറ് പൊതി കെട്ടി വെക്കട്ടെ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചോറിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് ഞാനൊന്ന് ഒതുക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒതുക്കി എടുക്കുന്ന വീഡിയോസൊക്കെ എനിക്ക് എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് എടുത്തു തരാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ വെച്ചത് നമ്മുടെ വഴുതനങ്ങ മെഴുക്കുവരട്ടിയായിരുന്നു കേട്ടോ. ചിലർ വഴുതനങ്ങ മെഴുക്കുവരട്ടി വെക്കുമ്പോൾ ഭയങ്കര കയ്പ്പായിരിക്കും, പക്ഷേ ഈ ഒരു വഴുതനങ്ങ ഒട്ടും കയ്പ്പില്ലായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വെച്ചു ചമ്മന്തി വെച്ചിട്ടുണ്ടായിരുന്നു. ചമ്മന്തി ഒരുപാടൊന്നും വെച്ചില്ല, കുറച്ച് വെച്ചിട്ടുള്ളായിരുന്നു. പിന്നെ നമ്മുടെ പൊതിച്ചോറിലെ മെയിൻ ഐറ്റമായ മുട്ട പൊരിച്ചതാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. മുട്ട പൊരിച്ചത് വെച്ചപ്പോഴത്തേക്ക് ബാക്കിയുള്ളതൊന്നും വെക്കാൻ സ്ഥലമില്ലാതായി. പിന്നെ ഞാൻ മുട്ട ഒന്ന് മടക്കി വെച്ചിട്ട് ആ തോരൻ ആ സൈഡിലും പിന്നെ ഏറ്റവും മണ്ടയ്ക്കായിട്ട് നമ്മുടെ അച്ചാറും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അച്ചാറ് വെള്ളക്കിട്ട അച്ചാറാണ്, അതായത് കാന്താരി മുളകിൽ ഇട്ട അച്ചാറാണ്. നാരങ്ങ അച്ചാറായിരുന്നു വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ കൂട്ടാനും ചോറും എല്ലാം ഞാനിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് മടക്കി പൊതിഞ്ഞ് വെച്ചാൽ മാത്രം മതി. അച്ഛൻ എന്തായാലും നേരത്തെ ഫുഡ് കൊടുത്തു. അപ്പോൾ ഇനി അമ്മയ്ക്കും എനിക്കും വേണ്ടിയിട്ട് ഞാൻ പൊതിയാന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ അമ്മയ്ക്കുള്ള പൊതി റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് പേപ്പറിലും കൂടി ഇട്ട് കുറച്ച് നേരം ഒന്ന് മാറ്റി വെച്ചാലേ ഇതൊന്ന് സെറ്റായി വരത്തുള്ളൂ. സെറ്റായി കഴിഞ്ഞ് തുറക്കുമ്പോൾ ഭയങ്കര മണമാണല്ലോ. അപ്പോൾ അതിനായിട്ടുള്ള വെയിറ്റിങ്ങിലാണ് കേട്ടോ ഞങ്ങൾ. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് അമ്മയുടെ പൊതിയുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ എനിക്കുള്ള പൊതിയും പൊതിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചെറിയ പൊതി എൻ്റെ പൊതിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ. ഇപ്പം തന്നെ നല്ല മണമുണ്ട്, വാഴയില വാട്ടിയ ഒരു മണമുണ്ടല്ലോ, അതിനകത്ത് ചോറിട്ട് അടച്ചു വയ്ക്കുമ്പോൾ വേറൊരു മണമാവുമല്ലോ. പിന്നെ ഈ കൂട്ടാൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ സ്മെല്ല് അതിലേക്ക് ഇറങ്ങുമ്പോൾ പിന്നെ പറയേ വേണ്ട, അടിപൊളി മണമായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും ഇത് തുറക്കാൻ പോവുകയാണ്. അപ്പോൾ എനിക്കും ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ട് കേട്ടോ ഇതിനകത്ത് എന്തൊക്കെയായി എന്നറിയാൻ വേണ്ടിയിട്ട്. എന്തൊക്കെയാണ് ഉള്ളതെന്ന് എനിക്കറിയാം അതിനകത്ത്, എങ്കിലും പിന്നെ ഇത് എല്ലാം നമ്മുടെ കൂട്ടാനും ചോറും എല്ലാം കൂടെ ഒന്ന് കുഴഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ.
പണ്ട് സ്കൂളിലൊക്കെ പൊതിച്ചോറിൽ ചോറൊക്കെ കൊണ്ടുപോകുമ്പം അവിടെ അങ്ങ് പോകുമ്പോൾ അത്രയും വലിയ നമുക്കൊരു മൈൻഡില്ലായിരുന്നു. ഇപ്പോഴൊക്കെയാണ് പൊതിച്ചോറെന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവൻ. അപ്പം ഞാൻ എൻ്റെ പൊതിച്ചോറിലേക്ക് ഞാൻ കുറച്ച് തൈരും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എനിക്ക് തൈരും ചമ്മന്തിയും കൂടി കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ തൈര് ഇരിപ്പുണ്ടായിരുന്നു, അപ്പം ഞാൻ അതും കൂടി ചേർത്ത് കഴിക്കുകയാണേ. അപ്പം ഞാൻ എന്തായാലും കഴിച്ചിട്ട് വരാം. നമ്മുടെ രണ്ടുപേരുടെയും കൂടെ പൊതി തുറന്നപ്പോഴത്തേക്ക് ഈ ഒരു കിച്ചൺ ഫുള്ള് മണമായിട്ടുണ്ട് കേട്ടോ. നല്ല മണമുണ്ട്. ഞാൻ കിച്ചണിൽ വെച്ചാണ് ഇത് പൊതി തുറന്നത് കേട്ടോ. അപ്പം ഞാൻ എന്തായാലും കഴിച്ച് നോക്കിയിട്ട് നിങ്ങളോട് അഭിപ്രായം പറയാം. ആദ്യത്തെ വായ കഴിച്ചപ്പം പിന്നെയും എനിക്ക് കഴിക്കാനുള്ള ഇത് വന്നു കേട്ടോ. അപ്പം ഞാൻ ആദ്യത്തെ വായങ്ങ് കഴിച്ചു പോയി. അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട് മറന്നുപോയി കേട്ടോ. അപ്പം ഞാൻ രണ്ടാമതൊരു വായും കൂടെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് കഴിക്കുകയാണേ. അപ്പോൾ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പൊതിച്ചോറ് ഇഷ്ടമുള്ളവർ എന്തായാലും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ.